Hello dear friends, Assalamualaikum, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പുഡിങ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. നമുക്കൊരു 10 മിനിറ്റിൻ്റെ പോലും ടൈമായി ഇതിനായിട്ട് വരുന്നില്ല. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മിൽക്ക് പുഡിങ് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു മിൽക്ക് പുഡിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. വാനില എസൻസ് നിർബന്ധമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലേവറിന് വേണ്ടി ചേർക്കണം. അപ്പോൾ ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പിന്നെ കുറച്ച് നട്ട്സ് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്, അത് ഓപ്ഷണലാണ്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ 1 കപ്പ് തേങ്ങ ചിരവിയത്. പിന്നെ ചൈന ഗ്രാസ് ആണ്, ഇതൊരു 5 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡ് ഒരു 1/4 കപ്പ് വേണ്ടി വരും കേട്ടോ. നമ്മൾ മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ്, ഞാനിവിടെ 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം പാൽ ഒഴിച്ച് കൊടുക്കുക. പാൽ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം കേട്ടോ. പാൽ ജസ്റ്റ് തിളക്കോളം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇനി വാനില എസൻസ് ഇല്ലാത്തവരാണെങ്കിൽ ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ പാലിൻ്റെ മാത്രമുള്ള ആ ഫ്ലേവർ ഒന്നാണ്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആവും കേട്ടോ. വാനില എസൻസ് ആയാൽ ആ ഒരു ടേസ്റ്റ് ആവും, ഏലക്ക ആവുമ്പോൾ വേറെ ടേസ്റ്റ് ആവും. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആവോളൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പാകത്തിനുള്ള മധുരം എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1/4 കപ്പ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് പാലെടുത്തിട്ട് ഈ പാൽപ്പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ചേർക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പാൽപ്പൊടി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിച്ച പോലെ നിൽക്കും. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ മിൽക്ക് മെയ്ഡ് ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയാണ് മിൽക്ക് മെയ്ഡ് ചേർത്തത് ഞാനിവിടെ. അപ്പോൾ പഞ്ചസാര വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചൈന ഗ്രാസ് ഒന്ന് ഓവനിൽ വെച്ചിട്ട് 150 ഡിഗ്രിയിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് അങ്ങനെയും എടുക്കാം കേട്ടോ. എന്നിട്ട് ഈ പാലിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിത് പുഡിംഗ് ട്രേയിലോട്ടൊന്ന് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ പകുതി പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊന്ന് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പാലിൻ്റെ മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസിൻ്റെ ട്രേയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് തേങ്ങ ചിരവിയത് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട്
ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇതൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയും തേങ്ങയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. നല്ല ഫ്രൈ ആയി കിട്ടണം പഞ്ചസാരയും തേങ്ങയും കൂടി. ഇതാ ഒരു നല്ല ബ്രൗൺ കളറായിട്ട് ആക്കിയെടുക്കാം. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പുഡിങ്ങിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും കൂടെ ആ പുഡിങ്ങിലോട്ട് വരുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പുഡിങ് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നട്ട്സ് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ തേങ്ങ ചിരവിയ ആ തേങ്ങയും പഞ്ചസാരയും കൂടെ ഉള്ള ആ മിക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്യണ രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ ഏകദേശമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഞാൻ ചെറുതായിട്ട് വിപ്പിംഗ് ക്രീം എൻ്റെ കയ്യിൽ ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ വെറുതെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഒന്ന് ചെയ്തതെന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താൽ ഒരു ഭംഗിയും കിട്ടും, പിന്നെ നമുക്ക് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ആ ഡെക്കറേഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ ഇതൊന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 2 മണിക്കൂർ സെറ്റാക്കുക. അപ്പോൾ അതാ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പുഡിങ് കണ്ടില്ലേ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് കഴിക്കാനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല പഞ്ഞി പോലെ ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനും. എല്ലാവരും ട്രൈ ചെയ്യാം. ഞാൻ പിന്നെയും പറയാം, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമുക്ക് കുറഞ്ഞ സാധനങ്ങളെ ഇതിന് ആവശ്യമുള്ളൂ. നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്തായാലും മറക്കാതെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞ് ബെല്ലൈക്കണ് കൂടി പ്രസ് ചെയ്തിട്ട് അതിലുള്ള ഓൾ ഓപ്ഷനും കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.